ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. വിമാനത്താവളത്തിനായി 2263 ഏക്കർ ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടെ 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനായാണ് സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരുന്നത്. ഡിവിഷൻ ബെഞ്ച് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ചു. തൽസ്ഥിതി തുടരുമെന്നും കോടതി വ്യക്തമാക്കി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീൽ നൽകുന്നുണ്ടെന്ന് ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥരായ അയന ചാരിറ്റബിൾ ട്രസ്റ്റും അറിയിച്ചിട്ടുണ്ട്. വിഷയം മാർച്ച് 4-ന് പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു. ഒരു പദ്ധതിക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ അളവ് ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടതെന്ന നിർണായക വ്യവസ്ഥ ഒഴിവാക്കിയതിലെ വീഴ്ച ചൂണ്ടിക്കാട്ടിയായിരുന്നു സിംഗിൾ ബെഞ്ച് ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം റദ്ദ് ചെയ്തത്. സാധാരണ വിമാനത്താവളത്തിന് ആവശ്യമായതിന്റെ ഇരട്ടി സ്ഥലം എന്തുകൊണ്ട് വേണമെന്നതിന് ഉത്തരം നൽകിയിട്ടില്ലെന്നും സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ വലിയ വിമാനങ്ങൾക്ക് ഉൾപ്പെടെ ഉപയോഗിക്കാവുന്ന ആധുനിക രാജ്യാന്തര ഗ്രീൻഫീൽഡ് വിമാനത്താവളമാണ് നിർമ്മിക്കുന്നതെന്നും ഇക്കാര്യങ്ങൾ പരിഗണിക്കുന്നതിൽ സിംഗിൾ ബെഞ്ചിന് തെറ്റുപറ്റിയെന്നും സർക്കാർ അപ്പീലിൽ അറിയിച്ചു. ആധുനിക ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾക്ക് 2000 ഏക്കറിലധികം സ്ഥലം വേണം. 3500 മീറ്റർ റൺവേ ഉൾപ്പെടെയാണ് പദ്ധതിയിൽ ഉള്ളത്. സുരക്ഷാ മേഖലകൾ, ടാക്സി വേകൾ, ലൈറ്റിംഗ് സംവിധാനം, പാസഞ്ചർ കാർഗോ ടെർമിനലുകൾ, എയർ ട്രാഫിക് കൺട്രോൾ ടവർ, ഫയർ സ്റ്റേഷൻ തുടങ്ങിയവ ഉൾപ്പെടെ വിമാനത്താവളത്തിന് വൻതോതിൽ വേണ്ട ഭൂമിയെക്കുറിച്ചും സിംഗിൾ ബെഞ്ച് പരിഗണിച്ചില്ലെന്നും അപ്പീലിൽ പറയുന്നു. റൺവേയ്ക്കും സുരക്ഷാ മേഖലയ്ക്കും ഉൾപ്പെടെ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ സ്ഥലത്തേക്കാൾ ഏറെ സ്ഥലം വേണമെന്നും അപ്പീലിൽ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.